മുസ്ലിം ലീഗിലെ പ്രായപരിധി ഇളവിൽ അട്ടിമറി നടന്നുവെന്ന് വയനാട്ടിലും പരാതി. 3 തവണ വ്യവസ്ഥയിലെ ഇളവ് ദുരുപയോഗിച്ച് 5 തവണ മത്സരിച്ച നേതാവിന് ജില്ലാ പഞ്ചായത്തിൽ വീണ്ടും അവസരം നൽകിയെന്നാണ് ആരോപണം. കൽപ്പറ്റ മണ്ഡലം പ്രസിഡന്റ് ടി ഹംസയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ യൂത്ത് ലീഗാണ് പരാതി നൽകിയത്. വി എസ് രഞ്ജിത്തുണ്ട്. വി എസ് രഞ്ജിത്ത്, 5 തവണ മത്സരിച്ച നേതാവിന് ജില്ലാ പഞ്ചായത്തിൽ വീണ്ടും അവസരം കൊടുത്തിട്ട് ലീഗ് ഇത് 3 ടേം നിർബന്ധമാണെന്ന് പറയുമ്പം ആർക്കാണെങ്കിലും സ്വാഭാവികമായിട്ടും ദേഷ്യം വരും. പ്രത്യേകിച്ച് യൂത്ത് ലീഗിന് അവരുടെ അവസരങ്ങളാണല്ലോ നഷ്ടപ്പെടുന്നത്. എന്താണ് യൂത്ത് ലീഗ് നേതാക്കൾ പറയുന്നത്? വി എസ് രഞ്ജിത്ത്. ഡോക്ടർ അരുൺകുമാർ, ഈ 3 തവണ വ്യവസ്ഥ ലീഗിൽ കഴിഞ്ഞ തവണ വളരെ കർശനമായി നടപ്പാക്കിയതോടുകൂടി വലിയ തോതിൽ യുവാക്കൾക്ക്, പുതുമുഖങ്ങൾക്ക് അവസരം കിട്ടിയിരുന്നു. ഇത്തവണ അതിൽ ചെറിയ ഇളവ് വരുത്തി. ചെറിയ ഇളവ് എന്ന് പറയുന്നത് 3 തവണ മത്സരിച്ച് 1 തവണ മാറി നിന്നവർക്ക് വീണ്ടും അത്യാവശ്യമാണെങ്കിൽ ആ വാർഡിൽ ഇവിടെ അത്യാവശ്യമാണെങ്കിൽ മാത്രം അവസരം കൊടുക്കാം എന്നുള്ളതായിരുന്നു ഒരു ഇളവ് വരുത്തിയത്. ഈ ഇളവിന്റെ മറവിൽ 3ഉം 4ഉം 5ഉം തവണ മത്സരിച്ചവർക്ക് വീണ്ടും വീണ്ടും അവസരം കൊടുക്കുകയും യുവാക്കളുടെയും പുതുമുഖങ്ങളുടെയും അവസരം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വ്യാപകമായ പരാതി. കോഴിക്കോട്ടും മലപ്പുറത്തും വയനാട്ടിലുമുണ്ട്. വയനാട്ടിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന ടി ഹംസ 5 തവണയാണ് മത്സരിച്ച് ജയിച്ചിട്ടുള്ളത്. അദ്ദേഹമാണ് വീണ്ടും ഇപ്പോൾ അവിടെ മത്സരിക്കുന്നത്, സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനെതിരെയാണ് യൂത്ത് ലീഗിന്റെ ഭാഗത്തുനിന്ന് പരാതിയുള്ളത്. ഇതിപ്പോൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണെങ്കിൽ 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു സമന്വയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥാനാർത്ഥി വരുന്നത്. ടി ഹംസ കൽപ്പറ്റ നിയോജക മണ്ഡലം പ്രസിഡന്റാണ്. ടി ഹംസ സ്ഥാനാർത്ഥിയാകുമ്പോൾ, അദ്ദേഹം ഷാജി ഗ്രൂപ്പാണ്, അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമ്പോൾ ആ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം കുഞ്ഞാലിക്കുട്ടി ഗ്രൂപ്പിന് കൊടുക്കാം എന്നുള്ളതാണ് വ്യവസ്ഥ. ഈ വ്യവസ്ഥയിലായതുകൊണ്ടാണ് ഷാജി ഗ്രൂപ്പോ കുഞ്ഞാലിക്കുട്ടി ഗ്രൂപ്പോ ഈ കാര്യത്തിൽ ഒരു അക്ഷരം എതിർത്ത് പറയാത്തത്. ഇതിൽ എതിർപ്പുള്ളത് യൂത്ത് ലീഗിലെ ചില യുവാക്കൾക്ക് മാത്രമാണ്. ഓക്കെ, താങ്ക് യു. വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. 3 ടൈം എന്ന് പറഞ്ഞാൽ 3 ടൈം ആയിരിക്കണം. അതിലൊരാൾക്ക് വേണ്ടി ഇളവ് വരുത്തുമ്പോഴാണ് ഈ പരാതി ഉണ്ടാവുന്നത്.